അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കഥ പറയാനാണ് ഞാൻ വന്നത്. കഥ എന്ന് പറയുമ്പോൾ വെറുതെ നേരം പോകാനുള്ള ഒരു നുണക്കഥയല്ല. പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊച്ചു കഥ. നബി തങ്ങൾക്ക് 40 വയസ്സ് പ്രായമായി. സ്വപ്നത്തിലും ഉണർച്ചയിലുമായി നുബുവത്തിന്റെ പല അടയാളങ്ങളും നബി തങ്ങൾ കാണാൻ തുടങ്ങി. അക്കാലത്തെ ഹിറാ ഗുഹയിൽ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാൻ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഭക്ഷണം കൊടുക്കാൻ ഭാര്യ ഖദീജ ബീവി കുന്നു കയറി വരുമായിരുന്നു. അങ്ങനെ ഒരു റമദാൻ 17 തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിന്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായി. ഇഖ്റ എന്ന് കൽപ്പിച്ചു. ഞാൻ വായിക്കുന്ന ആളല്ലെന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ അണച്ചു പിടിച്ചു. രണ്ടാമതും അതുപോലെ ചോദിച്ചു. നബി തങ്ങൾ അതേ മറുപടി പറഞ്ഞു. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ അമർത്തി പിടിച്ചു. മൂന്നാമതും ഇങ്ങനെ തന്നെ സംഭവിച്ചു. ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി ഖുർആൻ ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. ഖുർആൻ അവതീർണമായി ആദ്യമായി ഉണ്ടാകുന്ന അനുഭവമല്ലേ. വേഗമേറിയ ഹൃദയമിടിപ്പുകളുമായി നബി തങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നബി തങ്ങൾ സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് നബി തങ്ങളെ മൂടി പൊതിച്ചു. ഉണ്ടായ സംഭവങ്ങളെല്ലാം നബി തങ്ങൾ ബീവിക്ക് വിവരിച്ചു കൊടുത്തു. നുബുവത്ത് എന്ന പാരമേറിയ ഉത്തരവാദിത്വം തനിക്ക് പൂർത്തീകരിക്കാനാകുമോ എന്ന ആശങ്കയായിരുന്നു നബി തങ്ങൾക്ക്. ഖദീജ ബീവി അനുരാഗത്തിന്റെ മധുരമൂർന്ന വാക്കുകൾ കൊണ്ട് നബി തങ്ങളെ ആശ്വസിപ്പിച്ചു. ഇല്ല, അങ്ങ് വിഷമിക്കരുത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലാഹു ആണേ സത്യം, അല്ലാഹു അങ്ങേ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. കാരണം അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ, സത്യം മാത്രം പറയുന്നവരല്ലേ, ആരുമില്ലാത്തവർക്ക് അത്താണിയല്ലേ, ഒന്നുമില്ലാത്തവർക്ക് എല്ലാം നൽകുന്നവരല്ലേ, അതിഥിയെ സൽക്കരിക്കുന്നവരല്ലേ. ഒരു ഈണ ആരാവണമെന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എങ്ങനെ ആയിരിക്കണമെന്നും കുടുംബം എന്ന മനോഹരമായ ചിത്രവും ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളെയും കൂട്ടി ബീവി തന്റെ എളാപ്പയുടെ മകനും വലിയ പണ്ഡിതനുമായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കിലേക്ക് ചെന്നു. നടന്നതെല്ലാം കേട്ടപ്പോൾ നബി തങ്ങളുടെ അടുക്കൽ വന്നത് മൂസാ നബിയുടെ അടുത്ത് വന്ന നാമൂസ് എന്ന മലക്കാണെന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുത്തു. സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും പ്രവചിക്കുകയും ചെയ്തു. പ്രബോധനം എന്ന വിശാലമായ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിലെ വലിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ധാരാളം പ്രയാസങ്ങൾ നബി തങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും നബി തങ്ങൾക്ക് താങ്ങും തണലുമായി കൂടി ഉണ്ടായിരുന്നത് ഖദീജ ഉമ്മയായിരുന്നു. പ്രബോധനം തുടങ്ങിയ സമയത്ത് ആദ്യമായി വിശ്വസിച്ച വ്യക്തിയും ഖദീജ ബീവിയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അഥവാ ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഖദീജ ബീവി വഫാത്തായി. ആ വർഷത്തെ നബി തങ്ങൾ വിളിച്ചത് സങ്കടത്തിന്റെ വർഷം എന്നായിരുന്നു. താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നാൽ ഇല്ലാതായതിന്റെ വിഷമം നബി തങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ പേരിൽ ആടിനെ അറുത്ത് സദഖ ചെയ്യാറുണ്ടായിരുന്നു നബി തങ്ങൾ. ശേഷം വന്ന ഭാര്യമാരോടെല്ലാം എന്റെ ഖദീജ എന്ന സ്നേഹത്തോടെ കഥ പറയാറുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകേണ്ട സ്നേഹവും ബഹുമാനവും നമ്മൾ നബി ചരിത്രങ്ങളിൽ നിന്നും പഠിക്കണം. നബി തങ്ങൾ അവരൊക്കെ എങ്ങനെ സ്നേഹിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.